ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഒരു വർക്ക് പോയതാണല്ലേ, ഇപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ഒരു വ്ളോഗായിട്ട് ഞാൻ വരുന്നത്. പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നു. എന്താ ഈദിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊന്നും കണ്ടില്ല, എന്താ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ലേ, എന്താ സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, സുഖക്കേടോ അങ്ങനെയൊന്നുമില്ല അൽഹംദുലില്ലാ. പിന്നെ ഈ വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ടാക്കാനേ തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ വ്ളോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറച്ച് കാലത്തുള്ള ആ തിരക്ക് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ, ഇക്കയും മക്കളും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ കാലത്ത് പത്തിരിയും അതുപോലെ തന്നെ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നേരത്തെ എണീച്ചത് കൊണ്ട് തന്നെ എന്നത്തെയും പെരുന്നാളിനെക്കാട്ടിലും കുറച്ചും കൂടി ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ നേരത്തെ എണീച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കത്തിന് ടൈമുണ്ട്. എങ്കിലും ഞാൻ വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തത് അതാണ് കേട്ടോ അതൊക്കെ കാണിക്കണേ. അപ്പോൾ പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫൈഹക്കുട്ടീൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഷെയർ ചെയ്യണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈഹക്കുട്ടീൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. പിന്നെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ. പിന്നെ ബിരിയാണി അതുപോലെ തന്നെ പായസം വെച്ചു. പിന്നെ ഉച്ചതിരിഞ്ഞിട്ട് വീട്ടിലോട്ടൊക്കെ പോയി. പിന്നെ അവിടുത്തെ കുറേ വിശേഷങ്ങൾ, പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ഞാൻ ലാസ്റ്റത്തെ നോമ്പിന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇടാനേ തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്നാക്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ അത് എന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂണും കൊണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേനും ഈസ്റ്റൊക്കെ നല്ല ആക്റ്റീവായി നല്ല പുളിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസ്റ്റ് പഴയതാണോ പുതിയതാണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് മാവിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസ്റ്റ് ചീത്തയാണ്, പഴകിയിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായി വരില്ല. അപ്പം മൊത്തത്തിൽ പണി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതുപോലെ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഡോ റെഡിയാക്കാനായിട്ട് ഇവിടെ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, മൈദപ്പൊടി. ഒരു 2.5 കപ്പോളം മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ അളവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് ഏകദേശം വരും. അപ്പോൾ അത്രയും മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കില്ലേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈവച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നല്ലേ ഇപ്പോൾ നോമ്പിൻ്റെ തിരക്കിൻ്റെ പകുതിയിൽ തന്നെ മക്കൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അവരിനെ പഠിപ്പിക്കുന്ന തിരക്കും അതിന് പുറമെ പിന്നെ എന്താ പറയുക പെരുന്നാൾ വന്നു. പിന്നെ അതിൻ്റെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എനിക്ക് വീഡിയോ ഒട്ടും ഷൂട്ടാക്കാനേ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അല്ലാണ്ട് പെരുന്നാൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു അൽഹംദുലില്ലാ. അങ്ങനെ അതവിടെ മാവൊക്കെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുത്ത്. നിങ്ങൾ നേരത്തെ ഉപ്പിടുന്ന ടൈമിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ ഇതും കൂടി നമ്മൾ നേരത്തെ ഈസ്റ്റ് കലക്കി വെച്ചില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ലൂസും അല്ല എന്നാൽ നല്ല തിക്കും അല്ല കേട്ടോ, അതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മളൊരു ബണ്ണിൻ്റെ ഡോ റെഡിയാക്കില്ലേ അതുപോലെ നമുക്കൊന്ന് കുഴച്ച് മാറ്റാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. അങ്ങനെ ഇതവിടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ അങ്ങനെ കുഴക്കണമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആ ബൗളിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ മാവിനെ അതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊന്തി വരട്ടെ. ഇനി 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ അവിടെ 1.5 മണിക്കൂർ ടൈം എടുത്തിട്ട് എനിക്ക് നല്ലതുപോലെ പൊന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഡബിളായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഈസ്റ്റൊന്നും പൊന്തി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈസ്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചൂടില്ലാണ്ട് തണുത്ത ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ഓവനൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലൊന്ന് കയറ്റി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു ദോശക്കല്ലുണ്ടല്ലോ അത് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ എന്താണ് ഈ ബൗളൊന്ന് കയറ്റി വെച്ചാൽ അത് നല്ലതുപോലെ പൊന്തി കിട്ടും കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതവിടെ മാവിനെ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കയ്യിൽ ഒട്ടണ പോലെയാണ് കേട്ടോ ഉണ്ടാകുക. അപ്പോൾ നമ്മളിത് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ്. ഞാനിവിടെ ബീഫിൻ്റെ ഫില്ലിങ്ങാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. സവോളയൊക്കെ ഇട്ടിട്ട് സവോളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ഇത്രയും ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇത് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാൻ അതുപോലെ ഫില്ലിങ് ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത്. ഇതുപോലെ നമുക്ക് ഫില്ലിങ് നടുവിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല തിന്നായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എഗ്ഗ് ഒന്ന് ബ്രഷും കൊണ്ടൊന്ന് ഒരു കോട്ടിങ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആ ഫില്ലിങ് പുറത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ചും കൂടി ഒന്ന് കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടി വരില്ല. നല്ല തിന്നായിട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിന്നാക്കിയിട്ട് ചെയ്യുക. പക്ഷേ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ ഇതവിടെ സ്നാക്സൊക്കെ ഓരോന്നായിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എഗ്ഗിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു കോട്ടിങ് കൊടുക്കാം കേട്ടോ. നല്ല ഗ്ലേസിങ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടൽ പിടിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എഗ്ഗൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പുറത്ത് വരാനുള്ള ചാൻസും കുറവാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത എള്ളിനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ആയിട്ട്. പിന്നെ എഗ്ഗ് വേണ്ട അങ്ങനെയാണെങ്കിൽ പാല് കുറച്ച് അതിൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. അതിൽ 180 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ടൈം കൊടുത്തിട്ടുള്ളത് 30 മിനിറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം ഇതവിടെ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആവുകയും ചെയ്തു. പെട്ടെന്ന് കറണ്ട് പോയി. പിന്നെ അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക ക്രിസ്പി ആകാനും കളർ ചേഞ്ച് ആകാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്ത ടൈം കറക്റ്റാണ് കേട്ടോ. 30 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും നല്ല അടിപൊളി തന്നെ കിട്ടും. പിന്നല്ലേ ഇത് നോമ്പിൻ്റെ ടൈമിൽ എടുത്തത് കൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ടൈം കറണ്ട് വന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ വെക്കാണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.